ഇവിടെ ആനന്ദ സംപ്ലവേലീന, ആ ആനന്ദത്തിൽ ആ ഞാൻ എന്നുള്ള ഭാവം അവിടെ ലയിച്ചു വരും. അവിടെ ഞാനുമില്ല, ശരീരവുമില്ല, കേവലം ആനന്ദം മാത്രം. ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താം. ആ ആനന്ദമല്ല. പക്ഷെ അത്ര പെട്ടെന്നൊന്നും സാധിക്കുന്ന കാര്യമില്ല നമുക്കൊക്കെ ആ ഒരു അവസ്ഥയിലേക്ക്. 1000 കൂട്ടം പ്രാരംഭത്തിന്റെ ഇടയിൽ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തണം എന്ന് വെച്ചാൽ നമുക്ക് നടക്കുള്ളൂ. പക്ഷെ അത് കാവ്യത്തിൽ വരുന്നുണ്ട്, സാധിക്കും. നിരന്തരമായ പ്രാക്ടീസ് കൊണ്ട് അത് ചിലപ്പോൾ ഈ ജന്മത്തിലായിരിക്കില്ല, ഇപ്പോഴേ അതിനുള്ള പരിശീലനം തുടങ്ങിയാൽ അടുത്ത ജന്മത്തോ പിന്നത്തെ ജന്മത്തോ ചിലപ്പോൾ 10 ജന്മം കഴിഞ്ഞതോ എപ്പോഴെങ്കിലും സാധിക്കും. അപ്പൊ ഇവിടെ പറഞ്ഞു ആനന്ദ സംപ്ലവേലീന നാപശ്യമുഭയം മുനി എന്ന് പറഞ്ഞു. ഉഭയം എന്ന് വെച്ചാൽ രണ്ടും കാണാൻ എനിക്ക് സാധിച്ചില്ല എന്ന്. എന്താണ്? ശരീരപ്രജ്ഞയും നഷ്ടപ്പെട്ടു, ബാഹ്യപ്രജ്ഞയും നഷ്ടപ്പെട്ടു. ഞാനുണ്ട് എന്നുള്ള ആ അസ്തിത്വം അവിടെ ഇല്ലാതായി. അവിടെ കേവലം ആനന്ദം മാത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആ മനസ്സിൽ കണ്ടതായ ആ രൂപം അങ്ങോട്ട് മറന്നു. പെട്ടെന്ന് ഞെട്ടി കണ്ണു തുറന്നു, വീണ്ടും ജാഗ്രത അവസ്ഥയിലേക്ക് എത്തി. അപ്പോഴാണ് ആകെ വിഷമിച്ചു. ആ ആനന്ദ കട്ടയായിരിക്കുന്നതായ ആ ഭഗവത് സ്വരൂപം മനസ്സിൽ നിന്ന് മറിഞ്ഞല്ലോ എന്ന് വന്നു കഴിഞ്ഞ് വ്യസനിച്ചിരിക്കുമ്പോഴാണ് അശരീരി കേട്ടത്. എന്താ അത്? അന്താസ്മിൻ ജന്മനി ഭവാൻ മാം ദൃഷ്ടുമിഹാരി. നീ ഈ ജന്മത്തിൽ ഒരു ടെസ്റ്റ് ഡോസ് നിനക്ക് തന്നു അത്രേ. ഈ ജന്മത്തിൽ ഇതിൽ കൂടുതൽ എന്നെ കാണാൻ സാധിക്കും. അടുത്ത ജന്മത്തിൽ അങ്ങ് ബ്രഹ്മപുത്രനായിട്ട് ജനിച്ച് അന്ന് അങ്ങേക്ക് എപ്പോ വേണമെങ്കിലും എന്നെ കാണാം. എപ്പോ അങ്ങ് വിളിക്കുന്നോ അങ്ങയുടെ ചാരത്ത് ഞാൻ എത്തിച്ച്. അങ്ങനെയാണ് ഞാൻ ബ്രഹ്മപുത്രനായിട്ട് നാരദനായിട്ട് ജനിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പൂർവ്വജന്മവും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് യാത്ര ചെയ്യും. സൂതമഹർഷിയൻ ആ നാരദരെ വന്ദിക്കുകയാണ്. അഹോ ദേവർഷധന്യ. ദേവന്മാർ അദ്ദേഹത്തിന് മഹതി എന്നുള്ള ഒരു വീണയും കൊടുത്തു. ആ വീണയിൽ ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് അദ്ദേഹം എന്നും സഞ്ചരിച്ചു. അഹോ ദേവർഷി ധന്യോ. ആ ദേവർഷി എത്ര ധന്യന്. ആ മഹതി എന്നുള്ള വീണയിൽ ഭഗവൻ നാമങ്ങളും സങ്കീർത്തനം ചെയ്തുകൊണ്ട് ലോകം മുഴുവൻ പര്യടനം ചെയ്തുകൊണ്ട് സദാ ഭഗവാനെ കണ്ടുകൊണ്ട് നടക്കും. എത്ര ധന്യനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ആ നാരദരെ സ്തുതിക്കുന്ന ഒരു സ്തുതി എവിടെയെങ്കിലും ഉണ്ടോ? ഭാഗവത്തില്. ഭാഗവത്തില്ല, പത്മപുരാണത്തിലും. ജയതി ജഗതി മായാം യസ്യ കായാ ഭവതി വചനരചനമേകം കേവലം ജാഗലയ ധ്രുവപദമപി യാതോ യൽ കൃപാതോ ധ്രുവോയം സകല കുശലപാത്രം ബ്രഹ്മപുത്രം നതോസ്മി. അവിടെ ഭക്തിദേവി പറയുന്നതുകൊണ്ട് അവിടെ നതാസ്മി എന്ന് പറഞ്ഞു. സ്ത്രീലിംഗത്തിലായി എന്ന് പറഞ്ഞു. പുരുഷന്മാർ പറയുമ്പോൾ നതോസ്മി എന്ന് പറയും. അങ്ങനെ നാരദ മഹർഷി വീണ്ടും മണിപ്പോൾ ഒന്നായി. ഞാനവിടെ നോക്കുകയാണ്. സമയം പോലെ ബാക്കി കഥകൾ ചില ഭാഗം അല്ലാതെ വിസ്തരിച്ചു പോകും, അറിയാതെ. അതൊക്കെ തൊട്ടോട്ട് പോകാറേ പതിവുള്ളൂ. ഞാനവിടെ നിന്ന് വിസ്തരിച്ചു മാത്രം. 2:30 നമുക്ക് വീണ്ടും മണിപ്പോൾ ഒന്നായി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശാരാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. നാരായണ 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 നാരായണ. Office.